ഹായ്, പുതിയൊരു വീട്ടിലോട്ട് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഭരതനാട്യം 2 മോഹിനിയാട്ടം റിവ്യൂലോട്ടാണ്. ഈ ഒരു പടം ഭരതനാട്യത്തിൻ്റെ രണ്ടാം ഭാഗമാണ്. ഭരതനാട്യം തിയേറ്ററിൽ അത്ര വിജയിക്കാത്ത OTT റിലീസിൽ വിജയിച്ച പടം കൂടിയാണ്. എൻ്റെ മോഹിനിയാട്ടത്തിലോട്ട് വരുവാണെങ്കിൽ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ നൈസ് സിനിമ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമ കൂടിയാണ് മോഹിനിയാട്ടം. ഡയറക്ടർ കൃഷ്ണദാസ് മുരളി, റൈറ്റർ കോ റൈറ്ററും കൂടെ ഉണ്ട്. കൃഷ്ണദാസ് മുരളിയും വിഷ്ണു ആർ പ്രദീപും കൂടെ ചേർന്നാണ് ഈ ഒരു റൈറ്റിംഗ് എഴുതിയിരിക്കുന്നത്. പൊള്ളി എഴുത്ത്. അത് ഞാൻ പറയാം. പടം തുടങ്ങുന്നത് ഭരതനാട്യത്തിൻ്റെ ഒരു റിവ്യൂ, ഒരു നറേഷൻ കാണിച്ചുകൊണ്ടാണ് പടം തുടങ്ങുന്നത്. അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ പടം ഞാൻ പിന്നാണ് ഭരതനാട്യം കണ്ടത്. ഭരതനാട്യം എനിക്ക് അത്ര എന്ന് വെച്ചാൽ അതിനകത്തൊരു ബാലേട്ടൻ ഒരു സീരിയലാക്കി അങ്ങനെ ഇരിക്കും. അതാണ് ഭരതനാട്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. നേരെ ഇതിനകത്തോട്ട് വരുമ്പോൾ പശ്ചാത്തലം മാറുന്നുണ്ട്. മോഹിനിയാട്ടത്തിലോട്ട് വരുമ്പോൾ പശ്ചാത്തലം മാറുന്നുണ്ട്. ആ ഫസ്റ്റ് പശ്ചാത്തലത്തിൽ നിന്നും അവരൊരു വേറൊരു സ്ഥലത്തോട്ട് ഷിഫ്റ്റ് ആവുകയും പിന്നെ അവിടെ നടക്കുന്ന കുറച്ച് സ്റ്റോറികളാണ് മോഹിനിയാട്ടത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഭാഗങ്ങളെല്ലാം ക്ലീനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു ഭാഗം ആകുമ്പോഴേ നമ്മൾ പടത്തിലോട്ട് ലോക്കാവും. പിന്നെ നടക്കുന്നതാണ് ഈ പടത്തിൻ്റെ ത്രില്ലിങ്. അപ്പോൾ ഇതിനകത്ത് സുരാജിൻ്റെ ക്യാരക്ടർ നമുക്ക് കുറച്ച് സീൻ കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പുള്ളി എങ്ങനെയുള്ള ഒരു മനുഷ്യനാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ സൈജക്കുറുപ്പിൻ്റെ 150ാമത്തെ സിനിമയാണ് ഇത്. ആദ്യത്തെ സിനിമ മയൂഖം തൊട്ട് ഈ പടം വരെ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു പടം ഈ ഒരു സൈജക്കുറുപ്പിൻ്റെ ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ തൊട്ട് ഒരു 3-4 വർഷം മുമ്പ് തൊട്ടാണ് പുള്ളി ഒരു അത്യാവശ്യം സ്ക്രിപ്റ്റ് സെലക്റ്റാക്കി പടം ചെയ്യാൻ തുടങ്ങിയത്. ഈ പടം പുള്ളിക്ക് നല്ല രീതിയിൽ ചേർന്നിട്ടുണ്ട് ഈ ഒരു പടം. പിന്നെ ഈ ഒരു പടത്തിൽ കലരഞ്ജിനി ഉണ്ട്. കലരഞ്ജിനി ഫസ്റ്റ് പടത്തിനെ പോലെ തന്നെ അവരുടെ ആ ക്യാരക്ടർ അവർ വിടാതെ ആ രീതിയിൽ തന്നെ നല്ലോണം ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ശ്രീജ രവി അവരുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അവർ ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു പരിപാടി ചില ഭാഗത്തൊക്കെ എനിക്ക് ഓവറായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു പടത്തിൻ്റെ മെയിൻ ക്യാരക്ടറായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ കൂടിയാണ് ബേബി ജീൻ എന്ന് പറയുന്നത്. ബേബി ജീനിൻ്റെ ഇതിനകത്ത് 3-4 രീതിയിൽ ക്യാരക്ടറിനെ കാണിക്കുന്നുണ്ട്. ആദ്യം ഈ പുള്ളി ഒരു കോമഡി ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്, പിന്നെ ഒരു വില്ലൻ ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു പുള്ളിയുടെ സ്വാഗ് ആ ഒരു ലാംഗ്വേജ് വെച്ചിട്ട് ഇപ്പോൾ സൗബിനൊക്കെ കാര്യം പറയുന്ന പോലെ പുള്ളിയുടെ ഇത് വെച്ച് നല്ല കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് ഈ ഒരു സിനിമയിൽ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിട്ട് തോന്നിയതും ബേബി ജീൻ്റെ ക്യാരക്ടറാണ്. പുള്ളിയോട് ചില സമയത്ത് നമുക്കൊരു ഇഷ്ടം തോന്നും, ചില സമയത്ത് ഒരു വെറുപ്പ് തോന്നും. ഒരു ഇൻ്റർവെല്ല് ഒക്കെ ആകുമ്പോൾ ഒരു വെറുപ്പ് തോന്നും, അതിനുശേഷം ഒരു ഇഷ്ടം കൂടുതൽ തോന്നും. അങ്ങനെയാണ് ഈ ഒരു ക്യാരക്ടറിനെ അവർ പ്ലേസ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ മറ്റൊരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നന്ദു പൊതുവാൾ. ഏതാണെന്ന് മനസ്സിലായില്ല, വെട്ടത്തിനകത്ത് പുള്ളിക്കാരൻ തന്നെ കിടിലൻ പെർഫോമൻസ്. പിന്നെ മറ്റൊരു ക്യാരക്ടറായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് വിനയ് ഫോർട്ട് ഉണ്ട്. വിനയ് ഫോർട്ട് ഒരു പോലീസ് ഇൻസ്പെക്ടറായിട്ട് വരുന്നുണ്ട്. വിനയ് ഫോർട്ടിൻ്റെ ക്യാരക്ടറും താടി താടി വളർത്തി വെച്ചിട്ടുണ്ട്. അത് എന്തുവാ കാരണമെന്ന് അതിനകത്ത് പറയുന്നുണ്ട്. സാധാരണ ശബരിമല പോകാൻ മാല ഇടുന്നവർക്കാണ് അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. സിനിമയിലേക്കകത്തായാലും ഇതിനകത്ത് വേറെ രീതി കൊടുത്തിട്ടുണ്ട്. പിന്നെ സുരാജിൻ്റെ ഇതൊക്കെ കൊള്ളാം. സുരാജിനെ കുറച്ച് നാൾക്ക് ശേഷം ഒരു നല്ലൊരു കോമഡി രൂപത്തിലും കണ്ടിട്ടുണ്ട്, ഒരു വില്ലൻ രൂപത്തിലും കണ്ടിട്ടുണ്ട്. പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് പൊളിറ്റിക്സും കാര്യം പറയുന്നുണ്ട്. അത് എന്തുവാ ഏത് പൊളിറ്റിക്സ് ആണ് നിങ്ങൾക്ക് തന്നെ മനസ്സിലായി കാണും. ഒരു ക്ഷേത്രത്തിനെ പറ്റി ഉള്ള ഒരു പൊളിറ്റിക്സ് ആണ്. അത് കറക്റ്റ് രീതിയിൽ നടന്ന ഒരു പൊളിറ്റിക്സ് നടന്നതാണ്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതും കൂടാണ്. ആ ഒരു പൊളിറ്റിക്സിനെ ഇതിനകത്ത് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല രസകരമായിട്ട് അതിനുള്ള സ്റ്റോറിയും അവർ അതിനകത്ത് പറഞ്ഞു വെക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ പിന്നെ ജഗദീഷ് എടുത്തു പറഞ്ഞൊരു ക്യാരക്ടർ ജഗദീഷ് ചെയ്യുന്നുണ്ട്. ജഗദീഷും കുറച്ച് സമയം ഉണ്ടെങ്കിലും ആ ക്യാരക്ടർ കിടിലിനായിട്ട് പിടിച്ച് അത് ചെയ്തിട്ടുണ്ട്. ടോട്ടലി എല്ലാവരും ഈ പടത്തിലുള്ള എല്ലാവരും ഫസ്റ്റ് പാർട്ടിൻ്റെ ആ ഒരു ക്യാരക്ടർ പോവാതെ സെക്കൻഡ് പാർട്ടിൽ ചെയ്തിട്ടുണ്ട്. ടീംസായിട്ട് വന്ന 2 പേര് അവരും അവരുടെ റോള് നല്ലോണം ചെയ്തിട്ടുണ്ട്. ടോട്ടലി പിന്നെ BGM പിന്നെ സിനിമോട്ടോഗ്രാഫി ചെയ്തേക്കുന്നത് ബബ്ലു അജു ആണ്. അതിൻ്റെ സിനിമോട്ടോഗ്രാഫി രാത്രിയിലത്തെ സീനൊക്കെ കിടിലിനായിട്ട് രാത്രിയിലെ സീനൊക്കെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇലക്ട്രോണിക് എലിയാണ് ഇതിനകത്ത് മ്യൂസിക് ചെയ്തേക്കുന്നത്. ക്ലൈമാക്സ് മ്യൂസിക് കിടിലൻ, ക്ലൈമാക്സ് ഒരു BGM ഇട്ടിട്ടുണ്ട്, കിടിലൻ മ്യൂസിക്. അങ്ങനെ മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഡാർക്ക് ഹ്യൂമർ എന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് കട്ടി കൂടി ഒരു മീറ്റർ പിടിക്കണം. ആ മീറ്ററിൽ കൂടി പോയി കഴിഞ്ഞാൽ അത് ഓവറായി പോകും, മീറ്ററിൽ കുറഞ്ഞാലും ഓവറായി പോകും. കറക്റ്റ് പ്ലേസിൽ പിടിച്ച് കഴിഞ്ഞാൽ അത് അടിപൊളിയായിട്ട് വർക്കാവും. ഇതിനകത്ത് നല്ല രീതിയിൽ അത് വർക്കാക്കി എടുത്തിട്ടുണ്ട്. ഓവറായി പോയതാണ് ഈ ബീസ്റ്റിനകത്തൊക്കെ അവർ ഡാർക്ക് ഹ്യൂമർ ഉദ്ദേശിച്ചത്, പക്ഷേ അതൊക്കെ ഓവറായതുകൊണ്ടാണ് അത് ചളിയായിട്ട് തോന്നിയിട്ടുള്ളത്. ഇത് അവർ കറക്റ്റ് മീറ്റർ നമുക്ക് കാര്യം പറയുന്നതിനകത്ത് വരെ അവർ ഡാർക്ക് ഹ്യൂമർ ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ സൈജക്കുറുപ്പ് നമ്മൾ പൊളിക്കും. ആ ഒരു ക്യാരക്ടർ അല്ല, വേറെ ലെവലിലോട്ട് പുള്ളിക്കാരൻ മാറിയിട്ടുണ്ട് ക്യാരക്ടർ. അപ്പോൾ ടോട്ടലി നോക്കുവാണെങ്കിൽ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമ കൂടിയാണ് ഈ പടം മോഹിനിയാട്ടം. നല്ല വർക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോ വരുന്നവരെ